അപ്പൊ ഞങ്ങൾ ഇന്ന് ഇന്ത്യയിലോട്ട് പുറപ്പെടുകയാണ്. അടുത്ത വർഷം ശരിയാണ്. നിങ്ങൾ പോയിച്ചോ? ബന്ധത്തില്ലേ? ഞങ്ങൾ പോയിട്ടോ ഏട്ടാ ആയിക്കോട്ടെ. വലൈക്കും സലാം. എനിക്കറിയില്ല എന്താ അങ്ങനെയാണോ. അത് അമ്മക്കില്ല വണ്ടി അവിടുന്ന് കട്ടല് വരിക. അപ്പൊ അവിടെ ഞങ്ങള് എന്താ പെരിന്തൽമണ്ണന്ന്. നിങ്ങളോ? ഞങ്ങൾക്ക് അറിയണ്ടേ. പക്ഷെ ട്രെയിനാണെങ്കിൽ സുഖാണേ. കേറിക്കോളി മക്കളെ, ഞാൻ വരുന്നുണ്ട്. കേറിക്കോളി. സോളാപ്പേട്ടില്ലേ? ഇതിന് എത്രയാണ്? 20 രൂപ. മഴയില്ലല്ലോ. വാണിയമ്പലം സ്റ്റേഷൻ. ഇവിടെ സ്റ്റേഷൻ ഉണ്ട്. വാണിയമ്പലം പറയും.
നിലമ്പൂരെത്തിപ്പോതാ. നിലമ്പൂർ നല്ല മഴ വരുന്നുണ്ട്. ഇവിടെ നിലമ്പൂരെത്തിയപ്പോ ഇവിടെ ഭയങ്കര കുറവാണ്. അങ്ങനെ പോവുക മക്കളെ. ഒക്കെ അമ്മടി കോളേജിൽ കുട്ടികൾ. കുഞ്ഞു ഡ്രസ്സുകൾ നമ്മളെ വീട്ടിലെത്തി. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയാൻ ഞാൻ പറഞ്ഞേ എന്താ എൻ്റെ അനിയത്തിയും അവരെല്ലാവരും ഉമ്മയും അനിയത്തിയും അവരെല്ലാവരും പാടെ പോയത്, ഹസ്ബൻഡൊക്കെ പോയതാണ്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞേ ഞങ്ങള് ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നിന്നതാണ്. പിന്നെ ഞങ്ങൾ അധികം ഒന്നും ഒരുമിച്ച് അങ്ങനെ നിൽക്കൊന്നുമില്ല. എല്ലാവരും അവരുടെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും. അപ്പോൾ വരുമ്പം കുറച്ച് ദിവസങ്ങൾ അത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾ പിന്നെ ഒരുമിക്കുള്ളൂ, കാണുള്ളൂ. അങ്ങനെയാണ്. അതായത് ഞാൻ പറഞ്ഞു നമ്മളാ ചെറുപ്പത്തിൽ ആ പഠനം ഉണ്ടല്ലോ, ആ പഠനത്തിൻ്റെ സമയത്ത് പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രൊഫഷണൽ ജോലിക്ക് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഒരു വർഷത്തിൽ 1 ഇയറിലൊക്കെ ഒരു മാസമോ 15 ദിവസമൊക്കെ വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാനിതാക്കണേ ബീഫ് ഉണ്ടല്ലോ, ഇവിടെ വന്നു ഇതൊക്കെ ഉണ്ടാക്കി ബീഫ്. ഇതിപ്പോൾ രാത്രി ആയിട്ടോ, രാത്രിക്കൊക്കെ ഞാൻ ശരിയാക്കാൻ നേരത്തെ എത്തിക്കണേ. അപ്പോൾ ഞാൻ പോകാതെ പറയണേ ബീഫിന് കൊച്ചുള്ളിയല്ല, ഞാൻ വലിയ ഉള്ളിയാണ് അരിഞ്ഞിക്കണത്. കൊച്ചുള്ളിയല്ല, വലിയ ഉള്ളിയാണ് അരിഞ്ഞിക്കണത്. അപ്പം ഞാനേ ഇതൊക്കെ ഉണ്ടോ, കൊച്ചുള്ളിയാണ് ഇത്. കൊച്ചുള്ളി അരിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക, നമ്മൾ ബീഫ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പം ഞാനെ മുഴുവിച്ചില്ല. അപ്പം എന്താ പറയുക, ഞങ്ങൾ ആ ഒരു സംഭവത്തിൽ മാത്രം പ്ലസ് ടു വരെ ഒന്നും നിൽക്കൂല. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ പെൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ് പോന്നു. പിന്നെ ഒരു പഠിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളിൽ വരുള്ളൂ. വർഷത്തിൽ ഒരു മാസം അങ്ങനെയൊക്കെ വരുള്ളൂ. അതിൽ തന്നെ പോക്കും വരവും എല്ലാം പാടെ കഴിയണം. അത് ഇപ്പോഴും അതേപോലെ തന്നെ. അപ്പോൾ ജോലി കാര്യങ്ങളൊക്കെ ആയി ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ഞങ്ങൾക്ക് പണ്ടത്തെ ഒരുമിച്ച് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. അപ്പം ഞാൻ ഇതൊന്ന് ശരിയാക്കി എടുക്കാണ്. നല്ലോണം അങ്ങോട്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. തക്കാളി ഞാൻ എന്താ പറയുക, ഞാൻ ഓൾറെഡി ഇതിൽ തക്കാളി ഞാൻ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ തക്കാളി ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ഉള്ളി വെച്ചിട്ട് മാത്രമേ ചെയ്യാണ്. ലീഫാണ് കേട്ടോ, അതാ കറി ലീഫ് ഒന്ന് ആഡ് ചെയ്യുക. ഇനി കുരുമുളക് പെപ്പർ ഉണ്ടെങ്കിൽ ഇതിൽ പെപ്പർ ആഡ് ചെയ്തങ്ങാണ്ട് ഒന്ന് വരട്ടിയെടുക്കുക. ഞാൻ ആ അതൊന്ന് പൊടിക്കണം. പൊടിച്ച പൊടിൻ്റെ പെപ്പറിൻ്റെ ആദ്യം ഞാൻ ബീഫ് ഉണ്ടാക്കിയപ്പോൾ കഴിഞ്ഞേക്കൂലേ. പിന്നെ ഇനി ഇത് മതി. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. ഒരു നല്ലൊരു കളർ തന്നെ നമുക്ക് കിട്ടട്ടത്. എന്നിട്ട് നമുക്ക് നമ്മളെ ബീഫ് അതിലിട്ടത് വരട്ടാം. സബ്സ്ക്രൈബേഴ്സും കാണുന്നവരെല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക. എല്ലാവരും ഉൾപ്പെടുത്തി ഇതാക്കുക. ഇതേപോലെ ഞങ്ങളെ മരിക്കല് ഫീലുള്ള ആൾക്കാർ കുറേ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് പിന്നെ കാണാതെ എപ്പോഴേലൊക്കെ ഒന്ന് കാണുക, കുറച്ച് കാണുക, അങ്ങനെ കാണുന്നവരൊക്കെ ഉണ്ടാവുക. അവർക്കാണ് ഇതിൻ്റെ ഫീൽ അറിയുള്ളൂ. എപ്പോൾ മിസ്സിങ് ഇല്ലാതെ നമ്മളെന്താ പറയുക, നമ്മളിപ്പോൾ മിസ്സിങ് ഇല്ലാതെ കാണുന്നവർക്ക് ഇതിൻ്റെ ഫീൽ അറിയില്ല. അല്ലാത്തവർക്ക് നല്ല ഫീൽ അറിയും. ഇതിലിടാം കേട്ടോ, നമ്മളെ വറവിലണ്ടിട്ട് ഗ്രേവി ഉണ്ടല്ലോ, കുറച്ച് ഇത്ര ഗ്രേവി ഇത്ര ഗ്രേവി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പം തന്നെ അടിപൊളി കാരം. ഇത് കാണുമ്പോൾ തന്നെ നല്ല രസം തോന്നില്ലേ. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അത് അടിച്ചമർത്തി പോവാട്ടോ. ബായ്.